നമസ്കാരം, നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മികച്ച നിയമസഭാ സാമാജികനുള്ള മഹാത്മാഗാന്ധി പുരസ്കാരം നേടിയ മുഹമ്മദ് മുഹസിൻ MLAക്ക് കൊപ്പത്ത് പൗരസ്വീകരണം നൽകി. പി മമ്മിക്കുട്ടി MLA സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ മികച്ച നിയമസഭാ സാമാജികനുള്ള മഹാത്മാജി പുരസ്കാരം നേടിയ മുഹമ്മദ് മുഹസിൻ MLAക്കാണ് തൃത്താലക്കൊപ്പത്തെ പൗരസ്വീകരണം ഒരുക്കിയത്. സ്വീകരണ പൊതുയോഗം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വിനയത്തിന്റെ ഒരു നിറകുടമാണ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. വിനയം എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നതല്ല, അല്ലേ? അയാളുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലായി എനിക്ക് ആ കാര്യം നടക്കൂലെന്ന്, അല്ലേ? അങ്ങനെയാണ് മുഖഭാഷന്മാർ നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന കാര്യമാണ്. നമ്മൾക്ക് ജ്യോതിഷം അറിയേണ്ട കാര്യമല്ല. ഒരു കാര്യം പറയാൻ വേണ്ടി ചെന്നു, സംസാരിച്ചപ്പോ ആ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും. മുഖം കണ്ടപ്പോ തന്നെ മനസ്സിലായി ആ കാര്യം നടക്കൂല എന്ന് പറഞ്ഞല്ലേ. അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടപ്പോ തന്നെ നമുക്ക് ആ കാര്യം നടക്കും, നടന്നില്ലെങ്കിൽ അത് നടത്തി തരുമെന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടായി എന്നുള്ളതും മുഖഭാവത്തിൽ നിന്ന് പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. വിനയം എന്ന് പറയുന്നത് പ്രധാനമാണ്, അല്ലേ? ആ വിനയത്തിന്റെ നിറകുണമാണ് മുഹസിൻ എന്ന് പറഞ്ഞതിൽ അതിശയോക്തിയില്ല. ചെറുപ്പക്കാരിലൊക്കെ ഉണ്ടാകുന്ന ചില പോരായ്മകളാണല്ലോ പെരുമാറ്റ രീതി, വിനയമില്ലായ്മ, എടുത്തുചാട്ടം, ദാർഷ്ട്യം, ധിക്കാരപരമായുള്ള സമീപനം. ഇതൊക്കെ സ്വാഭാവികമായിട്ട് വരും. ചില ആളുകളുടെ രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്ന ചില സ്വഭാവങ്ങളാണ് അത് നടത്തുന്നത്. എന്നാലും ജനപ്രതിനിധിയാകുമ്പോ, ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എന്ന നിലക്കാവുമ്പോ കുറെയൊക്കെ തന്നെ ഈ കാര്യങ്ങളിൽ മാറ്റം വന്ന് ജനങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ വേണ്ടി കഴിയുന്ന നിലപാടും സമീപനമാണ് സ്വീകരിക്കുന്നത്. CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. യു അജയകുമാർ, മുൻമന്ത്രി കെ ഇസ്മയിൽ, സുബൈദ ഇസ്ഹാഖ്, ടി കെ നാരായണദാസ്, NP വിനയകുമാർ, KP അബ്ദുറഹ്മാൻ, MN കരുണാകരൻ, KC അരുണ, TV വത്സര, PP വിജയൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പലർക്കും ഇപ്പോഴും എൻ്റെ ഓർമ്മയുണ്ട്, പരിചയമുണ്ട്, കാണുമ്പോൾ മനസ്സിലാവുന്നതൊക്കെ ഉണ്ടെങ്കിലും ആ ഒരുപാട് കൊല്ലത്തെ ഗ്യാപ്പുണ്ട്. ഞാനും 10-15 കൊല്ലം ഇവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു. അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ തന്നെ വേറെയാണ്, അന്നത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ വേറെയാണ്. ഒക്കെ ആയാലും അതുമായി പൊരുത്തപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു, ഈ പട്ടാമ്പിയിലെ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി, നിങ്ങളുടെ എല്ലാം സഹകരണത്തോടു കൂടി ഈ കാലഘട്ടത്തിൽ ഒരുപാട് സങ്കീർണമായ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നൊരു ഘട്ടത്തിൽ നിങ്ങളെല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈ നിയോജക മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായി കഴിഞ്ഞ 10 കൊല്ലം പ്രവർത്തിച്ച മുഹമ്മദ് മുഹസിൻ കേരളത്തിലെ ഏറ്റവും നല്ല ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് നമുക്കൊക്കെ അഭിമാനത്തിന് വക നൽകുന്നതാണ്. അതിൻ്റെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം ഒന്ന് ഒത്തുകൂടണം, ആ സന്തോഷത്തിൽ പങ്കെടുക്കണമെന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിച്ചിട്ടുള്ളൂ. 10 കൊല്ലത്തെ ഭരണം, അത് ജനങ്ങളിലുണ്ടാക്കിയ മാറ്റം, നാട്ടിലുണ്ടാക്കിയിട്ടുള്ള മാറ്റം, അതൊക്കെ നമുക്ക് അനുഭവേദ്യമാണ്, നേരിട്ട് തന്നെ കാണാൻ കഴിയുന്നത്. ഞാൻ അതുകൊണ്ട് വിശദീകരിക്കേണ്ട കാര്യം തന്നെയില്ല. ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA മറുപടി പ്രസംഗവും നടത്തി. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ട്രാക്ടറിനടിയിൽപ്പെട്ട വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. തിങ്കളാഴ്ച രാവിലെ 11:30 കൂറ്റനാട് തണ്ണീർക്കോട് റോഡിൽ വെച്ചാണ് അപകടം നടന്നത്. തണ്ണീർക്കോട് സ്വദേശിനി 65 വയസ്സുള്ള കളരിക്കൽ വീട്ടിൽ സാവിത്രിയാണ് മരിച്ചത്. റോഡരികിലെ വീട്ടിൽ നിന്നും റോഡ് മുറിച്ച് മറുവശത്തേക്ക് കടക്കുന്നതിനിടെ കൂറ്റനാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ട്രാക്ടർ ഇടിക്കുകയായിരുന്നു. വാഹനത്തിന്റെ പിൻചക്രത്തിനിടയിൽപ്പെട്ട സാവിത്രി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ട്രാക്ടർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ച ശേഷം സമീപത്തെ വീട്ടുമതിൽ ഇടിച്ചാണ് നിന്നത്. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കറുകപ്പുത്തൂരിൽ ഗുണ്ടകളുടെ ആക്രമണത്തിൽ കെട്ടിട ഉടമ ഉൾപ്പെടെ 2 പേർക്ക് കുത്തേറ്റു. സംഭവത്തിൽ 4 പേർ പോലീസ് പിടിയിൽ. കറുകപ്പുത്തൂരിൽ പള്ളിപ്പാടം റോഡിലുള്ള സ്വകാര്യ ക്വാർട്ടേഴ്സിലാണ് ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായത്. ക്വാർട്ടേഴ്സിൽ സംഘം ചേർന്ന് ശല്യമുണ്ടാക്കുന്ന കാര്യം അന്വേഷിക്കാനെത്തിയ കെട്ടിട ഉടമ PV ഉസ്മാൻ, സുഹൃത്ത് PV ജിൻഷാദ് എന്നിവരെയാണ് അക്രമികൾ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ഗുരുതര പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒളിവിൽ പോയ 1ഉം 2ഉം പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തൃശൂർ ജില്ലയിലുള്ളവരാണ് പ്രതികളെന്നാണ് സൂചന. ഇവരെന്ന് പറഞ്ഞാൽ തനി ഗുണ്ടാ സംഘാണെന്നാണ് പിന്നീട് നമുക്ക് അറിയുന്നത്. നമ്മൾ റൂം കൊടുത്തെന്ന് പറഞ്ഞാൽ
ഈ ഒരു സ്ത്രീക്കാണ്, ഒരു നേഴ്സാണ്, അവർക്കാണ് നമ്മൾ ഈ റൂം കൊടുത്തത്. പുള്ളിയുടെ സ്ത്രീയുടെ മകൻ്റെ കൂട്ടുകാരാണ് ഇവരെന്നാണ് പറഞ്ഞത്. ഇവരിവിടെ ഒരു 10-15 പേര് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ഇവിടെ താഴത്ത് ഫാമിലി താമസിക്കുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ ഈ പയ്യൻ്റെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവരെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ പോലീസ് ഇപ്പോൾ ഇവിടെ അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായി. അപ്പോൾ ആ പെൺകുട്ടിയായിട്ടുള്ള കല്യാണം കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടി ആയിരുന്നു ഈ ബിൽഡിങ്ങിൻ്റെ ടെറസിൻ്റെ മുകളിൽ നടന്നിരുന്നത്. അപ്പോൾ ബഹളമൊക്കെ ആയോകുമ്പോൾ 2 ദിവസമായിട്ട് രാത്രിയും ഒക്കെ ആയിട്ട് ബഹളം കേട്ടപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായപ്പോൾ അവരത് ഓണറിനെ വിളിച്ചിട്ട് അറിയിച്ചതാണ്. അപ്പോൾ അവർ ഓണറിനോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഞങ്ങൾ പോലീസിനെ ഞങ്ങളായിട്ട് വിളിക്കുന്നില്ല, ആദ്യം നിങ്ങൾ വന്നിട്ട് ഇവരോട് അതിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ട് അതിന്റെ ശേഷമാണ് പിന്നെ പോലീസിനെ വിളിക്കുള്ളൂ. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ആക്കണം. അപ്പൊ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ആള് വന്നതാണ്. ആള് വന്നിട്ട് അവരോട് ചോദിച്ചു. അവര് ആ സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സംസാരിച്ചു. അത് അവർക്ക് പറ്റിയില്ല. ആ സമയത്താണ് ആളിനെ അവിടുന്ന് അടിച്ചിട്ട് താഴത്തേക്ക് കൊണ്ടുവന്നാ പറഞ്ഞത്. തൃത്താല എക്സൈസ് റേഞ്ച് നേതൃത്വത്തിൽ തൃത്താല നിയോജക മണ്ഡലം തല വിമുക്തി കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. ഇതോടനുബന്ധിച്ച് കൂറ്റനാട് നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ സന്ദേശ റാലി പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ PK സതീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നാഗലശ്ശേരി JHI മഹേഷ് രക്തദാനവും വ്യായാമവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ, VP മഹേഷ്, ജില്ലാ വിമുക്തി കോർഡിനേറ്റർ KS ദൃശ്യ, നാഗലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മോഹൻദാസ്, ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഹരിനന്ദൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തു നിന്നുള്ള ഏജൻസി മയക്കുമരുന്ന് വേട്ടയുമായി ബന്ധപ്പെട്ട് അൻഡമാനിലെത്തിയത് ഞങ്ങൾക്ക് തന്നെ അതൊരു വലിയ പ്രയോജനമായി മാറി. ഇവിടെ ഇതുപോലെ മയക്കുമരുന്നിന്റെ ഒരു ഹബ്ബായിട്ട് മാറുന്നു എന്ന് കണ്ടെത്താൻ സഹായിച്ചത് കേരള എക്സൈസ് ആണ്. നന്ദി പറയാൻ വേണ്ടി ഒരു വന്നിരുന്നു. അൻഡമാനിൽ നമ്മളെത്തി, കടല് കടന്നെത്തി അൻഡമാനിൽ. ഹൈദരാബാദിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒരു വ്യവസായി എത്രയോ കാലമായിട്ട് നിർബാധം MDMA ഉൾപ്പെടെയുള്ള മാരക രാസലഹരി ഉൽപ്പാദിപ്പിക്കുകയാണ്, ഫാക്ടറിക്ക് ഉൽപ്പാദിപ്പിക്കുകയാണ്. പട്ടാമ്പി GMLP സ്കൂളിലേക്ക് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാട്ടർ ടാങ്ക് കൈമാറി. ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. പട്ടാമ്പി GMLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സ്കൂളിലേക്ക് വാട്ടർ ടാങ്ക് കൈമാറിയത്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കൂട്ടായ്മയിലെ അംഗങ്ങളും തദ്ദേശ ജനപ്രതിനിധികളുമായ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി, കൗൺസിലർമാരായ TP ഉസ്മാൻ, സുബ്രഹ്മണ്യൻ, പത്തനംതിട്ട റാണി പഞ്ചായത്ത് അംഗം ഗീതകുമാരി എന്നിവർക്ക് ചടങ്ങിൽ സ്വീകരണവും നൽകി. കൂട്ടായ്മ കൺവീനർ മോഹനസുന്ദരൻ അധ്യക്ഷനായിരുന്നു. അബ്ദുള്ളക്കുട്ടി, മുരളീധരൻ വേളേരിമഠം, ആലിക്കൽ അബുട്ടി, CP അഷ്റഫ്, TP സക്കീർ ഹുസൈൻ, PTA പ്രസിഡന്റ് മൻസൂർ കുന്നത്തേതിൽ, മുത്തുക്കോയത്തങ്ങൾ, വിനോജ് കാവുള്ളിത്തൊടി, അബ്ദുള്ള, MV ജംഷീന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി മഹാന്മാരായ ആളുകൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തേക്ക് എത്തിയതും നമുക്കെല്ലാവർക്കും അറിയാം. നേരത്തെ സൂചിപ്പിച്ച സുന്ദരേട്ടൻ ഉൾപ്പെടെയുള്ള ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ഈ സ്കൂളിൽ പഠിച്ച് പുറത്ത് വന്ന ആളുകളാണ്. അപ്പോൾ നിരവധി വർഷങ്ങൾ സ്കൂളിൽ പഠിച്ച് പുറത്ത് വന്നെങ്കിൽ പോലും പുതിയ തലമുറ ഇന്നത്തെ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇന്നും ശാരീരിക അസ്വസ്ഥതകൾ മാറ്റിവെച്ചുകൊണ്ട് പലരും ഇന്ന് ഈ ചടങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ കുടിവെള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പട്ടാമ്പിയിലെ കുടിവെള്ള പ്രശ്നം. അത് സ്കൂളിലായാലും മറ്റുള്ള സ്ഥാപനങ്ങളിലായാലും ഇപ്പൊ നേരത്തെ പട്ടാമ്പി മജിസ്ട്രേറ്റിന്റെ പിതാവ് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടി ഈ അവിടെയുള്ള കുടിവെള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. എന്തിനായാലും ടൗണിന്റെ നവീകരണം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരു 3-4 മാസത്തിനകം അത് പരിപൂർണമായിട്ട് പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്.
മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 101ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ അധ്യക്ഷയായി. വിദ്യാലയത്തിന് ഈ വർഷം ലഭിച്ച പവർ ബ്രിഗേഡിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. തൃത്താല ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ദിവ്യ, തൃത്താല ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രമോദ്, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്തിൽ അലി, അഷ്റഫ് അലി, OS ഉണ്ണികൃഷ്ണൻ, സിദ്ദിഖ്, ഷീല മഹേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി. മേലെപ്പട്ടാമ്പി മരുദൂർ AMLP സ്കൂളിൽ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ കൌൺസിലർ ഷാഹുൽ ഹമീദ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഉല്ലാസത്തിമർപ്പോടെയാണ് മരുദൂർ AMLP സ്കൂളിൽ ഏകദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കളിയിലൂടെയും കളരിയിലൂടെയും ജീവിതപാഠങ്ങൾ പഠിച്ചും പ്രകൃതിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുമുള്ളതുമായിരുന്നു ഏകദിന സഹവാസ ക്യാമ്പ്. പട്ടാമ്പി നഗരസഭ കൌൺസിലർ ഷാഹുൽ ഹമീദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മുനീർ പാറത്തിങ്കൽ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക ഡൈസി, മാനേജ്മെന്റ് പ്രതിനിധി സിദ്ദിഖ്, P ശ്രീജ, ഷൈജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നാടകക്കളരി, പേപ്പറിൽ തീർത്ത വർണ്ണവിസ്മയം, പുഴ അറിവ്, കളിയും ചിരിയും, പാട്ടും പറച്ചിലും, ക്യാമ്പ് ഫയർ തുടങ്ങിയ പരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. ആബിദ് മംഗലം, M ശ്രീജ, ആർഷ വി മേനോൻ, ശ്രാവൺ കുമാർ, ശ്രീകാന്ത് എന്നിവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാക്കേ ചെറുതൊക്കെ അവിടെ ഊരിട്ടാ പോകും. ഇത് പിടിച്ച ഇവിടെ പിടിച്ച ഇവിടെ പിടിച്ച കുട്ടിയോട് കുട്ടി പേടിച്ചോട്, നാളെ കണ്ടിട്ട് പേടിച്ചോട്. ആർക്കാ പേടി? അവൾക്കാ പേടി, നിനക്കാ പേടി. നീ അവളെ പേടിക്കണം. ഓക്കെ, ഭയങ്കര പേടിച്ചോ. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.